നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ മക്കളോടെ വളരെ അഭിമാനത്തോടെ ഞാൻ പഠിച്ച സ്കൂളിലോട്ട് പ്രവേശനോത്സവത്തിന് വന്നതാണ്. ഇത് എൻ്റെ വലിയ മകനാണ്, ഒരു 2ാം ക്ലാസ്സിലേക്കാണ്. ഈ ഗേറ്റൊക്കെ നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 2ാമത്തെ മകൻ. ഇവൻ LKGയിലോട്ടാണ്. ഇവൻ്റെ ഒപ്പം 80 കുട്ടികൾ പുതിയ അഡ്മിഷൻ ഉണ്ട്. പിന്നെ സ്കൂള് വലിയ ആഘോഷമൊന്നും അവിടെ കാണില്ല, അങ്ങനെ ചെറിയ അലങ്കാരങ്ങളുള്ളൂ. LKGൻ്റെ ഭാഗത്ത് കുറച്ച് തിരക്കുണ്ട്, രക്ഷിതാക്കളും കുട്ടികളൊക്കെയുമായിട്ട്. കുട്ടികളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ബസ്സാണിത്. സ്കൂളിൽ 2 ബസ്സാളുണ്ട്. ബസ് ഇവരുടെ വികാരമാണ്, കൊമ്പൻ ബസ് എന്നൊക്കെ പേരിട്ടിരുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഓരോ ബാഡ്ജ് അവർ കുത്തി കൊടുക്കുന്നുണ്ട്. അവിടുന്ന് അവരെ രക്ഷിതാവിൻ്റെ പേരും ഫോൺ നമ്പറും അവരുടെ പേരൊക്കെ അടങ്ങിയത്. അതിന് ഒരാഴ്ചത്തോളം അത് ഇട്ട് വേണം സ്കൂളിൽ ചെല്ലാൻ. കുട്ടികൾ ധരിച്ചിരിക്കുന്ന ക്യാപ്പൊക്കെ ഇന്നലെ തന്നെ ടീച്ചർമാർ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അക്ഷരമാലകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഭംഗിയുള്ള ക്യാപ്പുകളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. എൻ്റെ മകന് ഈ ലെറ്ററാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ HMനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു ഭാഗത്ത് എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഇത് നമ്മുടെ സാഹിന ടീച്ചറാണ്. LKGയുടെ ഒരു നടുന്തൂണാണ് സാഹിന ടീച്ചർ. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് സാഹിന ടീച്ചറെ. ഇപ്പോൾ HM വന്ന് ആനയിച്ചുകൊണ്ട് മെൻ ഹാളിലേക്ക് കൊണ്ടുപോകാട്ടോ. കുട്ടികളൊക്കെ നല്ല കൈയടിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പം മെയിൻ ഹാളിലെത്തിയിട്ടോ. ഒരു ഭാഗത്ത് കുട്ടികൾക്ക് നല്ല ചിരിച്ചിരിക്കുന്നു, ചില ഭാഗത്ത് മാതാവിനെ വിട്ട കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്നാലും ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മളെ HM, നമ്മുടെ മാമ്പേ സ്കൂളിൻ്റെ ഒരു നടുതൂണാണ് ഈ HM. നല്ല കുട്ടികളോടൊക്കെ നല്ല മിങ്കിൾ ചെയ്യാനും നല്ല പാട്ടുകളൊക്കെ പാടാനും കഥയൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു HM തന്നെയാണ്. അടിപൊളി HM. പിന്നെ അവരൊക്കെ അവരുടെ സെക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കാരണം ഇന്ന് കുറച്ച് മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് ചൂടാണ്. അപ്പോൾ കുട്ടികളൊക്കെ വരിയായിട്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് അങ്ങനെ ഓടിക്കളിച്ച്, ചിലവർ ഓടിക്കളിച്ച് നല്ല, ചിലവർ ഹാപ്പി ആയിട്ട്, ചിലവർ കരച്ചിലൊക്കെ മാറിയവരൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അങ്ങനെ കരച്ചിലൂടെ അവന് ഹാപ്പിയാണ്, വിശാലകസല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവന് പ്രശ്നമല്ല. അപ്പോൾ എല്ലാവരും അവിടെ എത്തി, എല്ലാവരും ഇരുന്ന് ടീച്ചർ കുറേ ക്ലാസ്സൊക്കെ എടുത്ത് പുസ്തകത്തിൻ്റെയും യൂണിഫോമിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ യൂഷ്വലി ഉണ്ടാവുന്ന ഒരു സേമിയ പായസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മതിവോളം കുടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടു, അവർ ഓരോ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് അവർക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി അവരെ കണ്ടതിൽ. പിന്നെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കാഴ്ച കണ്ടു. അത് വല്ലാത്തൊരു കാഴ്ചയായി പോയിട്ടു. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായി പറയണം കേട്ടോ സുഹൃത്തുക്കളെ. പിന്നെ അവിടെ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും ചോറുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും മതിയോളം കഴിക്കാണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളെ അഭിപ്രായം അറിയിക്കണേ.